ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു തരത്തിലുള്ള ടോപ്പിക്സും അല്ല. കാരണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ പോലും ചെയ്തു നോക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കുറേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇഷ്ടം പോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും iOS ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ ആപ്ലിക്കേഷൻ്റെ ഓരോ ആപ്ലിക്കേഷനും ഇൻ്റർഫേസ് വ്യത്യസ്തമാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയാലോ വളരെ സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് മെത്തേഡ് പറഞ്ഞാൽ വെറും 2-3 സ്റ്റെപ്പോടെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യം കാണുന്നെങ്കിൽ വീഡിയോക്ക് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോൺ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വഴിയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, നിങ്ങൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 MB ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്രിയേറ്റ് യുവർ ഓൺ ആൻഡ്രോയിഡ് ആപ്പ് ബ്രാക്കറ്റിൽ CMS ആപ്പ് എന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അത് താല്പര്യമുള്ളവർ ഇത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. വേറെ ഒരു സംഭവം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്യണം എങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ ആ വെബ്സൈറ്റ് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഞാൻ ആ ഒരു ബ്ലോഗർ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റ് ഞാൻ ഈ ആപ്ലിക്കേഷനിലൂടെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അതൊരു ആപ്ലിക്കേഷൻ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റാർട്ട് മേക്കിംഗ് ആപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം കൊടുക്കുക നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര് നിങ്ങൾ ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ മൈ ബ്ലോഗ് എന്ന് കൊടുത്തു. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണ്ടാവും. ഓക്കെ, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. 3 ഡോട്ട്സിന് മെനു ലിസ്റ്റ്, ഇവിടെ നമ്മൾ കൊടുത്ത മെനു ലിസ്റ്റ് ഒക്കെ വരിക. അപ്പോൾ സ്റ്റാർട്ട് മേക്കിംഗ് ആപ്ലിക്കേഷൻ ഒന്നുകൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടാബ് നെയിം എന്ന് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോ ഇവിടെ കൊടുക്കുന്നത് സബ്സ്ക്രൈബ് എന്നാണ്. ഓക്കെ, നമ്മളെ ചാനലിൽ മാത്രമല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലോഗിന്റെ കാര്യത്തിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഐക്കണാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ സൈറ്റാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ http:// ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, www. ഓക്കെ, ഞാൻ എൻ്റെ ആ ഒരു URL ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് മേക്കിംഗ് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്താൽ വേറെ ടാബ് നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു എന്താ പറയാ ടാബും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫോളോ ഓൺ യൂട്യൂബ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഫോളോ ഓൺ യൂട്യൂബ്. അപ്പൊ നമുക്കിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യണ ക്വാളിറ്റിയിലുള്ള ഒരു സംഭവം കൊടുക്കാം. ഓക്കെ, youtube.com. ഓക്കെ, അത് നമ്മൾ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറെ സംഭവങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ സംഭവങ്ങളാണ് ലാസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് സ്ക്രീൻ ഇനിയും കുറെ ടാബ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷന്റെ ഉപയോഗം കൂടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതിന്റെ ആപ്ലിക്കേഷൻ റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബ് എന്നുണ്ട്, ഫോളോ ഓൺ യൂട്യൂബ് എന്നുണ്ട്. ഫോളോ ഓൺ യൂട്യൂബ് എന്നുള്ള ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫോളോ ഓൺ യൂട്യൂബ് എന്ന് കൊടുക്കുമ്പോൾ യൂട്യൂബ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം യൂട്യൂബ് ഓപ്പൺ ആയി വന്നത്. ഓക്കെ, ഇത് കോപ്പി കൊടുക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ലോഡ് ആവുന്നത് കാണാൻ പറ്റും. ആ ഒരു സൈറ്റ് ഏതൊരു സൈറ്റിൽ കൂടെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ രൂപത്തിലേക്ക് ഇന്റർഫേസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു ഭാഗത്തിലൂടെ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ യൂട്യൂബ് ഞാൻ ഇവിടെ കാണിച്ചു തന്നു.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് തെറ്റിക്കൊണ്ട് സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡെസ്ക്ടോപ്പ് രൂപത്തിലാക്കാനുള്ള ഒരു ഭാഗമുണ്ട്. ഓക്കെ, നമ്മൾ ഡെസ്ക്ടോപ്പ് ആക്കി വെക്കാം. ലോഡിങ്ങിലാണ്, പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഞാൻ എൻ്റെ ഓൺ യൂട്യൂബ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മോഡിഫൈഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു വെബ് മോഡലാണ്. ഇത് മതി നമുക്ക് ഈ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഗായ്സ് ഞാൻ ഇവിടെ സൈൻ ചെയ്യാനായിട്ട് നോക്കുകയാണ്. സൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ സൈൻ ഭാഗത്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഗൂഗിളിലേക്ക് പോയിട്ട് ഇമെയിൽ വെച്ച് സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സക്സസ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സൈറ്റുകൾ നിങ്ങൾക്ക് ഒറ്റ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ഒരു സൈറ്റിന്റെ ഒരു URL കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടാബിന് പേരും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ രൂപത്തിലേക്ക് നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് എനിക്ക് തോന്നിയത്. വെറും 2 MB മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് കുറച്ച് നോളജ് ആവശ്യമാണ്. ഇത് ഏത് നോളജ് കുറഞ്ഞ ആൾക്കാർക്കും ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള ഇന്റർഫേസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വളരെ ബേസിക് ആയിട്ടുള്ള മോഡൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ പലതരത്തിലുള്ള ഐക്കൺസ് ഒക്കെ നിങ്ങൾക്ക് ഇത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ മസ്റ്റ് ട്രൈ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും സബ്സ്ക്രൈബും നിൽക്കാതെ മറക്കരുത്. അത് നിൽക്കിയാൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ പിന്നെയും കാണുള്ളൂ. അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താം. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു കണ്ടന്റുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.